മണൽ മാഫിയ ശക്തമായ കോഴിക്കോട് ജില്ലയിൽ അനധികൃതമായി മണൽ കടത്തിയതിന് പിടികൂടിയ ലോറി ഡെപ്യൂട്ടി തഹസിൽദാർ വിട്ടുകൊടുത്തു. കൊയിലാണ്ടി തഹസിൽദാർ അറിയാതെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഈ ഇടപെടൽ. മതിയായ തെളിവുകളോടെ പിടികൂടിയ മണൽ ലോറി വിട്ടുകൊടുത്തത് ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസംബർ 4-നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ KL11G 7974 എന്ന നമ്പറിലുള്ള മണൽ ലോറി പിടിച്ചെടുത്തത്. ചങ്ങരോത്ത് പഞ്ചായത്തിലെ കല്ലൂർ കടവിൽ നിന്നും തൊട്ടടുത്ത പഞ്ചായത്തായ കൂത്താളിയിലേക്കാണ് മണൽ കൊണ്ടുപോകേണ്ടത്. എന്നാൽ ഉദ്യോഗസ്ഥർ ലോറി കസ്റ്റഡിയിലെടുക്കുന്നത് പേരാമ്പ്ര പഞ്ചായത്തിലെ കക്കോടുപള്ളി എന്ന സ്ഥലത്ത് നിന്ന്. തിരുത്താൻ അനുവാദമില്ലാത്ത ഓൺലൈൻ പാസിൽ റൂട്ടും തിരുത്തിയിട്ടുണ്ട്. എന്നാൽ തിരുത്തിയ സ്ഥലത്തേക്ക് പോകേണ്ട വഴിയിലൂടെയല്ല മണൽ ലോറി പോയത്. കള്ളപ്പാസ് ഉപയോഗിച്ച് മണൽ മാഫിയയുടെ മണൽ കടത്താണെന്ന് വ്യക്തം. പിടിച്ചെടുത്ത ലോറി 2 ദിവസം കൊയിലാണ്ടി താലൂക്കിൽ കിടക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഡെപ്യൂട്ടി തഹസിൽദാറായ അരവിന്ദാക്ഷൻ ഇടപെട്ട് മണൽ ലോറി വിട്ടുകൊടുത്തു. പക്ഷേ തഹസിൽദാർ ഒന്നും അറിഞ്ഞില്ല. ഡെപ്യൂട്ടി തഹസിൽദാർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. തഹസിൽദാർ അറിയില്ല. തഹസിൽദാർ അറിയാതെ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് ADM-ഉം സമ്മതിച്ചു. കോഴിക്കോട് ജില്ലാ കലക്ടറെ മണൽ മാഫിയ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ തൊട്ട് തലേന്നായിരുന്നു ഈ സംഭവം. കള്ളപ്പാസുമായി ഓടിയ മണൽ ലോറി പിടിച്ചെടുക്കുന്നു. അത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അധികൃതർ തന്നെ വിട്ടുകൊടുക്കുന്നു. കൊയിലാണ്ടിയിൽ നിന്നും ക്യാമറമാൻ KP രമേഷിനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.